ഓക്കെ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്രിസ്മസ് പാട്ടാണ്. ക്രിസ്മസ് പാട്ട് മാത്രമല്ല, സ്കൂളിലത്തെ പാട്ടാണ് ഗൈസ്. സ്കൂളിലത്തെ പാട്ട്. അത് കഴിഞ്ഞിട്ട് ഉറങ്ങി രാവിലെയായി നമ്മൾ ഇവിടെ എത്തി. അച്ചാച്ചൻ്റെ കെട്ട് ഇറക്കും. ഈ വടി എന്തിനാന്ന് വെച്ചാൽ, ഇതെടുത്തിട്ട് നമ്മൾ കാടൊക്കെ കടന്നല്ലേ പോന്നേ ശബരിമലക്ക്. അപ്പോൾ പാമ്പുണ്ടോയെന്ന് ഈ വടിയും കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കും. അതിന് വേണ്ടിയിട്ടാണ് വടി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ സ്ഥലത്തോട്ട് പോകുന്നതിന് അധികം ദൂരമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ പാലം കണ്ട, ഇതിൻ്റെ അപ്പുറത്തൊരു പാലമുണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാറ്റില്ല, നമ്മൾ ചില സമയത്ത് ഇതിലെ കൂടി വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില സമയത്ത് ആ പാലം നമ്മൾ വീഡിയോ എടുത്തുതരാം. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടില്ല. ഇതിനെ നേരെ നടന്നു പോകണം. കണ്ട, ഇതിനെ നേരെ നടന്നു പോകണം. ഞാൻ അപ്പൂപ്പനെ പോലെ വടിയും പിടിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കില്ല, ഇത് കയറുമ്പോൾ ഒരു മല കയറുന്ന ഫീൽ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. ഇതാണ് നമ്മൾ കെട്ട് ഇറക്കാൻ പോകുന്ന അമ്പലം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കാലൊക്കെ കഴുകി. ഇവിടുന്ന് കുറച്ച് ശ്രദ്ധിക്കണം ഗൈസ്. ആ പൈപ്പിൻ്റെ കുറച്ച് സൈഡിലോട്ട് കണ്ട, അവിടെ പച്ച കളർ കണ്ട, അവിടുന്ന് കുറേ വഴുതുന്നുണ്ട് ഗൈസ്. ഞാൻ വീണായിരുന്നു അവിടുന്ന്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി. കണ്ട, ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. നല്ല സ്ഥലം. ഇപ്പോൾ നേരെ ഒരു വഴി കണ്ട, അവിടെ ഇപ്പോൾ നടയാണ്. നട തുറക്കുന്നേ ഉള്ളൂ. നട തുറന്നാൽ എല്ലാവരും ഓടിപ്പോവും. ഒരു നിമിഷം വെയിറ്റ് ചെയ്യില്ല, ഓടിപ്പോവും. അങ്ങനെ ഇവിടെ എന്തോ തൂക്കുന്നതൊക്കെയാണ്. ഇവിടെ കുറേ സ്വാമിമാരുടെ മാലയുണ്ട് ഗൈസ്. എത്രയെന്നറിയൊരു കുറേ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ഓടിപ്പോന്നു. എന്താണെന്നറിയില്ല, എന്തോ കണ്ടിട്ടാണ്. ഇപ്പോൾ സന്ധ്യയായി ഗൈസ്. നോക്ക്, അവിടെ കണ്ട, ഞാൻ അവിടെ ഇരുന്ന് യോഗ ചെയ്യാം. അടുത്ത തൊടല്ലേ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് സിനിമയുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ട, അങ്ങനെ നമ്മൾ അകത്തെത്തി. ഇനി നമ്മൾ സിനിമേനെ കുറിച്ച് പറയാം. സിനിമ സൂപ്പർ ഡൂപ്പർ ആയിരുന്നു ഗൈസ്. എന്നുവെച്ചാൽ പൊരിഞ്ഞ അടിയായിരുന്നു. സൂപ്പറായിരുന്നു ഗൈസ്. ഭയങ്കര ഇതാണ്. സിനിമയുടെ പേര് ബാബാബ. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയാണ്. അത് തിയേറ്ററിൽ കാണുന്ന ഫീല് വേറെ കിട്ടൂല ഗൈസ്. അങ്ങനെയാണ്. നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ടു. ഇതാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തിന്നാനുള്ള സാധനങ്ങൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്കിപ്പോൾ ഇതിൻ്റെ ഇച്ചിരി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മെഷീൻ കണ്ട, അത് പോപ്കോൺ ഉണ്ടാക്കുന്ന. പിന്നെ തിയേറ്ററിൻ്റെ അകത്തെത്തി. അതിൻ്റെ പാട്ടിപ്പോൾ വേണം പകുതി ഞാൻ പറയാം. അതിൻ്റെ പാട്ട് ജനിച്ചാൽ പവർ ഹൗസ്. മറന്നുപോയി, ഒരു ഭാഗ്യം പാടാൻ. ജനിച്ചാൽ പവർ ഹൗസ് അല്ലത്. അതിൻ്റെ ആദ്യം അങ്ങനെയാണ്. പിന്നെ ബസ്സിലെത്തിയിട്ട് ഒരു ജംസ് മേടിച്ച്, ബസ്സിന്നല്ല, ഒരു കടയിൽ നിന്ന്. ഇതെന്താണെന്നറിയില്ല, 250 രൂപ മേടിച്ച്. എന്നിട്ട് ഇതത് കളിപ്പാട്ട് എന്താണെന്ന് പോലും അറിയില്ല ഗായ്സ്. എൻ്റെ പൈസ പോയി ഗായ്സ്. അയ്യോ പൈസ പോയി ഗായ്സ്. പൈസ പോയി. എന്നാലും നമുക്ക് ജംസ് തിന്നാൻ കിട്ടിയല്ലോ, അതന്നെ ഭാഗ്യം. പിന്നെ ഞാൻ പറഞ്ഞാൽ സിനിമ അടിപൊളിയായിരുന്നു. എനിക്ക് ആ സിനിമയുടെ ഒരു ഷോ എനിക്ക് ഇതുവരെ മറക്കാൻ പറ്റില്ല. ഒരു പാട്ടും വെച്ചിട്ട്, വലിയൊരാളെയും കൊണ്ട് പാട്ട് വെപ്പിച്ചിട്ട്, സ്പീക്കറും കൊണ്ട് റോക്കറ്റ് ഫുള്ള് പിടിപ്പിച്ചിട്ട്, ഫുള്ള് പൊരിഞ്ഞ അടിയായിരുന്നു. അടിയുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി പായസം ഉണ്ടാക്കുവാണ് ഗൈസ്. ആദ്യം ഒരു കപ്പ് അല്ല, കുറച്ച് 3 കപ്പ് അരി എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് പാലൊഴിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ചോറ് പോലെ ആയിക്കിട്ടും. ചോറ് പോലെ ആയില്ലേ ഗൈസ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറ് പോലെ ആയില്ലേ? കണ്ട,
എന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പാലൊഴിച്ചു കൊടുക്കുക. അമ്മയാണിത് ഉണ്ടാക്കുന്നത് ഗൈസ്, ഞാനല്ല. എനിക്ക് തീ ഭയങ്കര പേടിയാണ്. സൂപ്പറാണ് ഗൈസ്, ഇത് സൂപ്പറാ. നല്ല പായസമാണ്, പാൽപ്പായസമാണ്. അമ്മ ഇത്ര പഞ്ചസാരയൊന്നും വേണ്ട, ഇത്ര പഞ്ചസാരയൊന്നും വേണ്ട മോനെ. ഇത് കുറേ വേണം, പാൽപ്പായസത്തിന് മധുരം കുറേ വേണം. പിന്നെ ഇതെന്താണെന്ന് അറിയില്ല, മിൽമയാണ്. മിൽമ പാലല്ലേ, മിൽമ പാൽ. ഏത് പാലാണെന്ന് എനിക്കറിയില്ല. അല്ല, ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതാണ് മെയിൻ ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബർ വളരെ കുറവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. 100K അല്ല, 100K അല്ല, എത്ര K ആയിരുന്നു, എന്തായിരുന്നു, എത്ര K ആയിരുന്നു, ഒരു 1000K ആവാൻ നമ്മളെ സഹായിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയാണ് ഗൈസ്. അന്നേരം നമുക്ക് പ്ലേ ബട്ടൺ കഴിയും. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എടുത്ത് ബൈ, ടാറ്റാ.